ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് രാവിലെ കുഴക്കട്ടയായിരുന്നേ. ഇതിപ്പോൾ എല്ലാവരുമൊക്കെ ഉണ്ടാക്കുമോ അറിയത്തില്ല. ഞാനിപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കും കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇപ്പോഴും ഈ കുഴക്കട്ട ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ. പണ്ടാന്നേ ഞങ്ങളുടെ അമ്മ ഇത് അരി അരച്ചുണ്ടാക്കി തരുമായിരുന്നേ. നമ്മൾ അരി അരച്ചൊന്നും ഉണ്ടാക്കത്തില്ല, ഗോതമ്പൊടി അരിപ്പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കുവേ. സച്ചിക്കുട്ടനുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണിത്. സച്ചിക്കുട്ടൻ അവിടെ ഇന്ന് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നുണ്ട്. ഇന്നിത് മതിയമ്മാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മണിയണ്ണൻ ദാണ്ടെ പ്ലാവേ കയറുമായിരുന്നേ ചക്ക എടുത്താനായിട്ട്. സച്ചിക്കുട്ടൻ ഉണ്ടായതുകൊണ്ട് ചക്കയൊക്കെ വേവിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് പൊളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചക്ക വീണു ഗായ്സ്. പിന്നെ നമ്മൾ ചക്കയൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്ന് ക്ലീൻ ആക്കുമായിരുന്നേ. ഈ ചക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും അത് റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണല്ലോ. അപ്പം മണിയണ്ണനും കൂടി ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്നിരുന്ന് അത് ക്ലീൻ ആക്കുമായിരുന്നേ. നിച്ചുക്കുട്ടനാണ് ക്യാമറാമാൻ. അപ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു, ചക്ക പിച്ചി ഇടാനാണോ വന്നിരിക്കുന്നത്, അമ്മ വായിലോട്ട് ഇടാനാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമായിരുന്നു. പിന്നെ അച്ഛനും മോനോട് നമ്മുടെ കുതിര എടുത്ത വിശേഷങ്ങളും ചുറ്റുമല ഉത്സവം കഴിഞ്ഞ ഉള്ള വീഡിയോ ആയിരുന്നേ. അതുകൊണ്ട് കുതിര എടുത്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ ഞങ്ങൾ ചക്ക അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു. നമ്മുടെ അടുത്തൊരാൾ വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ എങ്ങോട്ട് പോകുന്നു ആൾ നമ്മുടെ കൂടെ കാണുവേ. പിന്നെ ചക്ക കൊണ്ടുവന്ന് അടപ്പേ വയ്ക്കുമായിരുന്നേ. കുക്കർ നിറച്ചുണ്ടായിരുന്നു. കാരണം ഇവിടെ ചക്ക എത്ര വേവിച്ചാലും തീർന്നോളുവേ. അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പം കുറച്ചധികം ചെയ്യുവേ. പിന്നെ താണ്ടി ഈ നടന്നുകൊണ്ടിരിക്കുന്നത് തമ്പനയിലിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് ഗൈസ്. സച്ചുക്കുട്ടൻ വരാൻ കാത്തിരിക്കുമായിരുന്നു ഈ ചെമ്പല്ലിക്കുട്ടൻ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട്. ഇന്നത്തെ കറി ഇതായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു ചെമ്പല്ലിയായിരുന്നു കിട്ടിയത്. ഇപ്പം അത്ര വലുതല്ലെങ്കിലും അവൻ വന്നപ്പം നമുക്കൊരു ചെമ്പല്ലിയെ കിട്ടി. പിന്നെ പെട്ടെന്ന് നമ്മൾ ചെമ്പല്ലി അങ്ങ് ക്ലീൻ ചെയ്ത് കറി വെക്കാനായിട്ട് നിന്നേ. പെട്ടെന്ന് അടപ്പൊക്കെ കലക്കി ഒഴിച്ച് കറി അങ്ങ് അടപ്പയിലോട്ട് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ചക്ക കുക്കറിൽ വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചക്ക പുഴുക്കല്ല വെക്കുന്നത്, ചക്ക എലിശ്ശേരിയാണേ. അതുകൊണ്ട് അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അരപ്പ് റെഡിയാക്കി തേങ്ങ, കുരുമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്താണ് ഞാൻ അരപ്പ് റെഡിയാക്കുന്നത്. എലിശ്ശേരി വെക്കുന്നതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തോടെ അരച്ചെടുത്തത്. അല്ലെങ്കിൽ നമ്മുടെ അവിയലിനൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കത്തേ ഉള്ളേ. പിന്നെ ഇതിലേക്ക് നമ്മൾ വറവിടണമായിരുന്നു. ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വറവിടാനായിട്ട് നിന്നേ. വറവിടാനായിട്ട് ദാണ്ടെ എണ്ണ ചൂടായി അതിലേക്ക് കടുക് വിട്ട് കൂടെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് വിട്ട് നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് പിന്നാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ചേർക്കുന്നത്. എലിശ്ശേരിക്ക് കുറേ തേങ്ങ ചേർക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ആ തേങ്ങ ഇടിയിട്ട് മൂപ്പിച്ച് നമ്മുടെ ചക്കയുടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അരപ്പൊക്കെ ചേർത്ത് വെച്ച് ആ മിക്സിലേക്ക് ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എലിശ്ശേരി റെഡിയായേ. പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞൻ ചാള പീരയിട്ട് വറ്റിച്ചു, നെത്തോലി ഫ്രൈ ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം മോനുണ്ടായിട്ട് കുറേ നേരം മോനുമായിട്ട് സംസാരിച്ച് പോയി. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച്. നമ്മുടെ ചെമ്പല്ലിക്കറിയും ചക്ക എലിശ്ശേരിയും കുഞ്ഞൻ ചാള പീര വറ്റിച്ചതും പിന്നെ നെത്തോലി ഫ്രൈയും. അതെല്ലാം ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ മണിയണ്ണൻ ചൂണ്ടയിടാൻ പോയി. ഞാനും കൂടെ പോയി. കുറേ നേരം നിന്നിട്ട് മീനൊന്നും കിട്ടുന്നില്ല. അപ്പം പറയുക, നീ വന്നോണ്ടാ മീൻ കിട്ടാഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നാ മീൻ കിട്ടുന്നയാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാഗ്യം കൊണ്ട് ദാണ്ട ഒരു കുഞ്ഞമ്പള്ളത്തിയെ കിട്ടിയേ. അപ്പം പറഞ്ഞ് ഇതാണ്ടോ ഈ കുഞ്ഞമ്പള്ളത്തിയെ കിട്ടിയോളൂ, നീ നിന്നോണ്ടാ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പിണങ്ങി പോരുന്നേ. എൻ്റെ ഭാഗ്യം കൊണ്ട് ദാണ്ട വൈകുന്നേരം വന്ന് അപ്പം ദാണ്ട 2 തേടിനെ കൊണ്ടുവന്ന്. ഇതെങ്കിലും അന്ന് കിട്ടിയത് എൻ്റെ ഭാഗ്യം. അല്ലേ പറഞ്ഞുതരാം, ഞാൻ വന്നുകൊണ്ട് ഒന്നും കിട്ടിയില്ലെന്ന്. എന്തായാലും ഉള്ള തേടിനെ അന്ന് തന്നെ രാത്രി നമ്മൾ മുളക് കറി വെച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ.